ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡൽട്സിന് വരുന്നത് 1550 കിഡ്സിന്, അതായത് 33 ഇഞ്ചസ് മുതൽ 55 ഇഞ്ചസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ 1350 റുപ്പീസാണ് കിഡ്സിന് വരുന്നത്. നേരെ കാണുന്ന ബോർഡ് കണ്ടോ, ഫ്ലെക്സ് കണ്ടോ, ഇതാണ് രാമോജി ഫിലിം സിറ്റിയുടെ ക്രെഡിബിലിറ്റി, അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. The first one is Jai Ho movie Salman Khan house, the second one is Dilwale's Kajal house, and the third one is Prabhas house. Through these. കാണുന്നത് രാമോജി ഫിലിം സിറ്റിക്കുള്ളിലെ റെയിൽവേ സെറ്റാണ്. നമ്മുടെ യാത്ര ബാഹുബലി സെറ്റിലേക്കാണ്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ബാഹുബലി സിനിമയിലെ മഹിഷ്ണുതയുടെ രാജ്യത്തിന്റെ ഒരു ചെറിയ മാതൃകയാണ് ചിത്രത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത്. സാബു സിറിൽ രൂപകൽപ്പന ചെയ്ത പൂർണ്ണ തോതിലുള്ള സെറ്റ് ഫിലിം സിറ്റിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. ഇപ്പോൾ നാം ഇവിടെ കാണുന്ന സിംഹാസനമാണ് ബാഹുബലി എന്ന ഇതിഹാസ സിനിമയിലെ സാങ്കല്പിക കഥാപാത്രമായ മഹിഷ്മതിയുടെ സിംഹാസനം. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാത്തിരുന്ന ദിവസം രാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള യാത്രയുടെ ദിവസമായി. നമ്മൾ ഇന്ന് അതിരാവിലെ ഇപ്പോൾ സമയം 5:45 സമയം. നമ്മളിപ്പോൾ പോയാലാണ് നമുക്ക് ഇവിടുന്ന് ഒരു 230 കിലോമീറ്ററോളം നമുക്ക് രാമോജി ഫിലിം സിറ്റിയിലേക്ക് യാത്ര വരുന്നുണ്ട്. അപ്പോൾ അതായത് മിനിമം ഒരു 4 hours ജേണി വരും. സമയത്തിന് തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു 9 മണിക്കാണ് രാമോജി ഫിലിം സിറ്റി അവിടെ നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നത്. 9:45 അവിടെ നമുക്ക് ഓപ്പണിംഗ് സെറമണി ഉള്ളത്. സമയം അധികം വേസ്റ്റ് ആക്കാതെ നമുക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും നമ്മൾ എവിടെയും കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. ബ്രെഡും ഓംലെറ്റും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വണ്ടി അങ്ങ് നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തട്ടിക്കുട്ട് പണിയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പുറപ്പെടല്ലേ. അപ്പോൾ രാമോജി കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പിസോഡ്സ് ആയിട്ട് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ട് കാണാൻ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ റീൽസ് ആയിട്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും നമ്മുടെ ചാനൽ മുൻപ് കണ്ട് പരിചയമുള്ളവരും ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാതെ ഒന്ന് നമ്മുടെ കാര്യം ഒന്ന് പരിഗണിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ഒന്ന് പോവുകയാണെങ്കിൽ വലിയ ഹാപ്പി ആവും. അപ്പോൾ ഫൈനലി നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ കവാടം അങ്ങോട്ട് കടന്നു. ഇവിടുന്ന് നമുക്ക് നേരെ പാർക്കിങ്ങിലേക്കാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ പാർക്കിങ്ങിൽ പോയി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറും മറ്റു കാര്യങ്ങളും എൻട്രി ഒക്കെ വരുന്നത്. പാർക്കിങ്ങിന് നമുക്ക് ഇവിടെ ഒരു 100 റുപ്പീസ് പാർക്കിംഗ് ഫീസ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഭക്ഷണം ഒന്നും നമുക്ക് ഉള്ളിൽ അലൗഡ് അല്ല. നമുക്ക് വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്ന് അകത്ത് കഴിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഉള്ളിൽ തന്നെ അവരുടെ ടീ സ്റ്റോൾസ് അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. വെള്ളം കൈ പിടിക്കാം എന്നല്ലാതെ പിന്നെ വേറെ ഒന്നും നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സൗകര്യം ഓൺലൈനിലാണ്. നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്ത് വന്നത്. ഇവിടെ നമുക്ക് അഡൽട്സിന് വരുന്നത് 1550 കിഡ്സിന്, അതായത് 33 ഇഞ്ചസ് മുതൽ 55 ഇഞ്ചസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിന് താഴെ 33ലും താഴെയുള്ളവർക്ക് മാത്രമാണ് നമുക്ക് ടിക്കറ്റ് വേണ്ടാത്തതേ ഉള്ളൂ. അപ്പോൾ 1350 റുപ്പീസാണ് കിഡ്സിന് വരുന്നത്. അഡൾട്ട്സിന് വരുന്നത് 1550 റുപ്പീസാണ് അഡൾട്ട്സിന് വരുന്നത്. നമ്മൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നി, കുറച്ച് സൗകര്യമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ രാമോജിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈം ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നവംബർ, ഡിസംബർ, ജാനൊക്കെ നല്ല സമയമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്യിലൊക്കെ എല്ലാവരും പരമാവധി ഇവിടെ വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നല്ല ചൂടാണ്. നമ്മൾ ഡ്രൈ ആയി പോവും, ഉണക്കമീൻ പോലെ ആയി പോവും. അപ്പോൾ ആ ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതൊരു വളരെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നേരത്തെ കണ്ട ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നു, 2 തൊപ്പിയൊക്കെ വാങ്ങിച്ചു, ക്യാപ്പൊക്കെ വാങ്ങിച്ചു. നമ്മളിവിടുന്ന് എൻട്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻട്രി. അപ്പോൾ ഇവിടെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. നമ്മൾ ഫാസ്ടാഗിലൊക്കെ പോകുമ്പോൾ ഫാസ്ടാഗ് ഉള്ളവർക്കൊരു എൻട്രി, ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് സെപ്പറേറ്റ് എൻട്രി എന്നെങ്കിലും പറഞ്ഞ് പണ്ട് പാലിയക്കരയിലൊക്കെ കണ്ടതുപോലെ ഓൺലൈനിൽ സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. ഓൺലൈനിൽ ഇല്ലാത്തവർക്ക് ടിക്കറ്റ് ആയിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് എൻട്രി, അങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഓൺലൈനിലായതുകൊണ്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ഓൺലൈനിൽ സെപ്പറേറ്റ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ കയറി പോകുന്നു. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്ത് നമ്മളങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ പോയിന്റിലേക്കുള്ള ബസ് ഇവിടെ നിന്നാണ് നമുക്ക് പിടിക്കുക. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും നല്ല ചിട്ടയായിട്ടുള്ള ക്രമം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കൊരു ഡിലേ വരില്ല. ബസ്സുകൾക്കായാലും നിരന്തരം ബസ്സുകൾ ഇങ്ങനെ രാമോജിയുടെ ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അതിനകത്ത്
ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ നമ്മളെ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി. ഇതാണ് ശരിക്കും നമ്മുടെ ടൂറ്, രാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിലെ ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ രഥം. ഇവൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മുഴുവൻ. നേരെ കാണുന്ന ബോർഡ് കണ്ടോ, ഫ്ലെക്സ് കണ്ടോ, ഇതാണ് രാമോജി ഫിലിം സിറ്റിയുടെ ക്രെഡിബിലിറ്റി. അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കേഷനാണ് ആ കാണുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് എന്ന് തന്നെ പറയാം രാമോജി ഫിലിം സിറ്റി. നമ്മളിവിടുന്ന് ഈ വണ്ടിയിലാണ് കയറി പോണേ, ഈ ബസ്സിലാണ് കയറി പോണേ. ഇതിനകത്ത് നമുക്കൊരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരും. കൂടെ നമ്മൾ ബസ്സിൽ കയറാൻ പോകണം. ബസ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഗൈഡാണ്. ഗൈഡ് നമുക്ക് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരും. Next, Ramosi Film City. Ramosi Film City में आप सबका हार्दिक स्वागत है. I am your tour guide Til Bhagavatam Hiramani Kolidas. So now look at this area. This is called Eureka Garden. This is your starting and the ending point of your tour. ये आप लोगों का starting and the ending point है. So आपके right में देखिए the blue color Dadaji. So that's called Fundestan. The mainly attraction for the kids. There are Scary House and one is Dome Theatre. And the other games also. So now look at your left side. The blue color wall, that's called Ramosi Movie Magic. So there are 3 attractions: Filmi Dunia, Action Theatre and Space Yatra. So now look at your right side. Mughal Garden, from outside it look like Delhi's Mughal Garden. From inside it look like Mysore Brindavan Garden. Mysore Brindavan Garden. So famous Tamil movie PS1 and PS2 was shot there, and also the Hindi movie Jodha Akbar was also shot there. So now look at your left side. So this is musical glow garden, the main attraction for the winter carnival. So you can take your pictures here in evening. Evening में बहुत अच्छा है. So now also look at your left side. Left side. So yeah, right and left, right and left. So in your left side, this is called Sierra Garden. Yes, Sierra Garden है. Ulala Ulala song सुने हैं? ഊലാല ഊലാല So the പാട്ട് song was shot here. ഇവിടെ And also റെക്കോർഡ് the ചെയ്തെന്നാണ് പറയുന്നത്. famous Telugu movie July, the song O Madhu song was also shot here. Now look at your right side. So this is Angel Fountain. ये Angel Fountain है with Greek architecture. This is the tallest fountain of Ramosi Film City. This is tallest fountain of Ramosi Film City with Greek architecture. Now look at your left side. This is called Umbrella Garden. वो Umbrella Garden था. And the black color Umbrella is garden, in your ആ left side. flowers called umbrella Limelight shape ला. Garden. ये Limelight अगर Garden umbrella है. garden है। यहाँ पे this is famous It's for a corporate umbrella meetings, corporate shaped events curtains. and concerts. On Nadan Parinde song सुनाए from the movie The Outstar. So the song was shot here. O Nadan Parinde Kharaja. हाँ, O Nadan Parinde Kharaja, रणबीर कपूर का. हाँ. देखिए, क्या लग रहा है वो क्या होगा? ऐसा कुछ है. वो हवा महल है. So director no need to go Rajasthan. He can shot here directly. Dream of Wakapam song सुना है? Dream of Wakapam. So the song was shot here. हाँ, critical condition. So in your left side, this is Karishma Garden. ये है Karishma Garden. करिश्मा गार्डन. So यहाँ पे क्या होता है, एक स्पेसिफिक बात है. आप जो नेचुरल फ्लावर्स देख रहे हैं ना वहाँ, so according to the hero heroine costume color, the natural flowers also grow here. Like red color sari, red color flower, and pink color sari, pink color flower. But एक बार आगे, एक बार पीछे. क्या है? कुछ है? हाँ, अच्छा कुछ नहीं है ना. तो RRR मूवी देखा है आप लोगों ने, RRR? वहाँ पे एक सीन होता है जिम्मी का टायर पंक्चर. So that scene was shot here in this road. And also in your left side, this is the equipment department of Ramosi Film City. Equipment department है. Director को जो भी चाहिए ये से ले सकते हैं. Now look at your right side. This is called jug fountain. This is attachable and detachable fountain of Ramosi Film City. यहाँ पे क्रिस 3 का जो स्टैचू था वो एशियन जग फाउंटेन में ही है. And also in your right side, this is multi-purpose building with 4 palace. One side is school, college, university, and one side is courts. So चंद्रमुखी मूवी देखा है आप लोगों ने? वहाँ पे महल का सीन होता है ना, तो इस तरफ से होता है वो. ये महल था वो.
चंद्रमुखी मूवी का। और उस तरफ है, आप लोग जब यूरोपियन स्ट्रीट से आएंगे आप लोगों को देखने के लिए मिलेगा कोर्ट का सीन, जॉली एलएलबी का जो कोर्ट का सीन होता है, कैमरा मैजिक होता है, इधर उतना नहीं चढ़ते हैं। सो नाउ वी आर गोइंग नॉर्थ इंडियन सिटीज। ये सब नॉर्थ इंडियन सिटीज है। सो आपके लेफ्ट में नॉर्थ देखिए इंडियन सिटीज। ये व्हाइट कलर का बिल्डिंग। सो इफ वी पेंट इट व्हाइट दैट बिकम्स ए गुरुद्वारा। गुरुद्वारा हो जाता है व्हाइट करते हैं तो, और गोल्डन करते हैं तो वो गोल्डन टेंपल हो जाता है। हौले वाला हो जाएगा। प्यार सॉन्ग सुना है? So that's song was ഫിലിമിന് shortened. വേണ്ടി സെറ്റ് ഇട്ടിരിക്കുന്ന പോലെ പെർമനന്റ് സെറ്റിംഗ് സെറ്റ് ആണ് കേട്ടോ. So और लकी हॉर्स का देखा है आप लोगों ने? उसका घर इधर है, देखिए ये वाला है आपके राइट में, यहाँ पे शूट हुआ था। हाँ, और आपके लेफ्ट में देखिए ये मस्जिद जैसा दिखेगा। और यहाँ पे भी एक स्पेसिफिक बात है, व्हाइट कलर करते हैं तो यहाँ पे आगरा का ताजमहल, और ग्रीन कलर करते हैं तो मॉस बन जाता है। और वहाँ देखिए आपके लेफ्ट में एक गेट जैसा था ना। सो दिल्ली से मुंबई तक का डिस्टेंस कितना है पता है क्या किसी को? ओह पता है। तो यहाँ पे कितना टाइम लगता है पता है? 2 सेकंड लगता है इधर से उधर जाने के लिए। एक गेट में ही 2 गेट बना है, मतलब एक तरफ है गेटवे ऑफ इंडिया, एक तरफ है इंडिया गेट। एंड दीज आर द नॉर्थ इंडियन शॉपिंग कॉम्प्लेक्स। നോർത്ത് ഇന്ത്യൻ ഷോപ്പിംഗ് And your left side, these are the Bengali typical houses. Movies में ये Bengali typical houses दिखाते हैं। श्याम सिंह रॉय मूवी देखा आप लोगों ने? वहाँ पे साई पल्लवी का Bengali houses दिखाते हैं ना, तो वो इधर दिखाते हैं Bengali houses। ये देखिए एक तरफ गेटवे ऑफ इंडिया, एक तरफ इंडिया गए थे। तो हाँ लेकिन नकली है वो। Also in your left side, the first one is Jai Ho movie Salman Khan house, the second one is Dilwale's Kajal house, and the third one is Prabhas house. But these all are multi-purpose building with 4 elevation, like same that one. So यहाँ पे क्या होता है, one side is hero's house, one side heroine, one side villain, one side Delhi भी, one side Mumbai भी होता है ऐसे। So आपके लेफ्ट में देखिए ये है helipad field, helipad field. And now look at your right side, this is Lady Central Jail। लेकिन लेडी अंदर जाती है तो वापस नहीं आती है, पता है क्या किसी को? क्यों? हाँ अभी वहाँ पे एक ब्यूटी पार्लर है इसलिए नहीं आती है, इसलिए लेडी सेक्टर जेल है। तो हम लोग अब आए हैं नॉर्थ इंडियन सिटीज है। तो ये सब है, ये सब चोर बाजार है। मूवीज में ये चोर बाजार की तरह दिखाते हैं। चेन्नई एक्सप्रेस मूवी देखा है आप लोगों ने? तो वहाँ पे एक सीन होता है ना लास्ट में, फाइटिंग का सीन चेन्नई एक्सप्रेस मूवी में, तो वो सीन इधर शूट हुआ था, फाइटिंग का सीन। और ये जो आप लोग स्टैचू देख रहे हैं इधर गांधीनगर, गांधी का स्टैचू लगा तो ये गांधीनगर बन जाता है, नेहरू का स्टैचू लगा तो वो नेहरू नगर बन जाएगा, और मेरा स्टैचू लगा तो मेरा भी नगर हो सकता है फ्यूचर में, कुछ भी हो सकता है। तो आपके लेफ्ट राइट में देखिए सिंघम मूवी देखा है ना? क्या लगता है उसको देख के क्या होगा? हाँ पुलिस स्टेशन है वो गोवा का सिंघम मूवी में। एंड दीज आर द साउथ इंडियन शॉपिंग कॉम्प्लेक्सेस। ये सब साउथ इंडियन शॉपिंग कॉम्प्लेक्स की तरह मूवीज में दिखाया जाता है, और ये है होटल या रेस्टोरेंट दिखाने के लिए यूज होता है। तो चंद्रमुखी मूवी का एक डांस मास्टर होता है ना, पता है क्या उसका नाम? तो आपके लेफ्ट में देखिए ये रहा उसका घर, गुणशेखर का घर, गुणशेखर का घर दिखाते हैं इधर। ഗുണശേഖരന്റെ And വീടാണ് these are the ചെന്നൈ South എക്സ്പ്രസിലെ Indian village houses. ये सब साउथ इंडियन विलेज में हाउसेस की तरह दिखाया जाता है, मतलब ये विलेज का सेट है, मतलब विलेज हाउस का। तो यहाँ पे चेन्नई Ramodidao Garu, he vanished in 1991 and started the construction in 1992. And the first Hindi film in 1996, Bharaniya Chotimia, and the Tamil film Kandatham, and the English movie was The Nightfall and the Crocodile. And 2006 में इसको गिनीज वर्ल्ड रिकॉर्ड में आया for 1666 acre lakes and 47 sound spaces, but now it processed like 2000 acres. अभी बहुत process. So now look at your left side. झील जैसा दिख रहा है ना ये? तो यहाँ पे क्या होता है, मूवीज में जो झील का सीन होता है ये, तो वो इधर शूट होता है, झील का जो सीन होता है इधर शूट किया जाता है। और ये जो एरिया है ना ये नेशनल हाईवे की तरह दिखाते हैं मूवीज में। और एक साइन बोर्ड लगा होता है ना कि ये दिल्ली से रेस्टोरेंट या बार। हाँ, आप लोगों में कितने लोग को जेल का एक्सपीरियंस है क्या? किसी को?
जेल का, ये नहीं ये हाँ हो जाएगा। अब ये भोपाल सेंट्रल जेल है ना, आप लोगों को हो जाएगा। हाँ ये भोपाल सेंट्रल जेल है, इस तरफ है पुलिस स्टेशन और जेल भी है। और ये यहाँ देखिए आपके राइट में एक इंट्रोडक्शन ले रहे हैं और एक है हैंगिंग पॉइंट, एक हैंगिंग पॉइंट है, सुनिए। मूवीज बनते हैं तो लोग आते हैं। आपके राइट में देखिए सलमान खान का तेरे नाम मूवी बनता है क्या, तो उसमें मेंटल हॉस्पिटल होते हैं ना, तो आपके राइट में मूवी का। एंड ऑल्सो इन योर लेफ्ट साइड एक दृश्यम मूवी होता है ना, वहाँ पे डेड बॉडी छुपा हुआ एक सीन होता है, तो वो इस पुलिस स्टेशन में होता है। नाउ ऑल्सो लुक एट योर राइट साइड सेंट्रल जेल। सो उस तरफ से क्या था, मेंटल हॉस्पिटल था, तो इस तरफ से क्या है, सेंट्रल जेल है। तो क्या होता है मूवीज में डायरेक्टर को जो भी जेल का सीन दिखाना होता है तो इधर लगता है बना, जैसे कि दिल्ली जेल भी होगा, मतलब मुंबई जेल भी होगा, बेंगलोर जेल भी होगा, कुछ भी हो सकता है, इट डिपेंड्स। और आपके राइट में देखिए दिस इज द एशियंस फाइनेस्ट एडवेंचरस पार्क साहस। ये साहस है, यू कैन डू हियर एक्टिविटीज लाइक जिप लाइन, आर्चरी, रॉक क्लाइंबिंग, सुमो, इस तरफ की एक्टिविटीज होते हैं, तो आप लोग यहाँ पे कर सकते हैं। पुष्पा मूवी देखा है आप लोगों ने, मुझे पता चल गया। ओ अंटवा सॉन्ग सुना है, तो वो इधर शूट हुआ था आपके राइट में। ओ अंटवा सॉन्ग इनसाइड शूटिंग हुआ था। പുഷ്പ 1-ലെ ഊവാണ്ടവ എന്ന് പറയുന്ന സോങ് അതിനുള്ളിലാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. Which are deeply embedded in our modern society. So once again, come and let's get into the world of mythology, the world of our own ancient roots. ഇന്ത്യയിലെ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗവതം സെറ്റിൻ്റെ ഉൾഭാഗമാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാക്ഷ്യപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ സംയോജിത ഫിലിം സ്റ്റുഡിയോ സമുച്ചയമാണ് രാമോജി ഫിലിം സിറ്റി. സങ്കീർണവും ഗംഭീരവുമായ രൂപകൽപ്പനയ്ക്ക് പേരുകേട്ട ഭാഗവതം സെറ്റ് ഫിലിം സിറ്റിയിലെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര ആകർഷണമാണ്. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും രംഗങ്ങൾ ഉൾപ്പെടെ വിവിധ സിനിമകളുടെയും ടെലിവിഷൻ പരിപാടികളുടെയും ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം സെറ്റാണിത്. സന്ദർശകർക്ക് സെറ്റ് സന്ദർശിച്ച് ഇന്ത്യൻ സിനിമാ നിർമ്മാണ ലോകത്തേക്ക് ഒരു പ്രവേശനം ഇവിടെ സാധ്യമാകുന്നു. ഭാഗവതം സെറ്റിൻ്റെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് പഴയ കാലത്തെ കൊട്ടാരത്തിലുള്ള സെയിം ഫീലാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ലഭിക്കുന്നത്. അന്നത്തെ കൊട്ടാരത്തിൻ്റെ മാതൃകയിലാണ് തികച്ചും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നാം ഈ കാണുന്നത് രാമോജി ഫിലിം സിറ്റിക്കുള്ളിലെ റെയിൽവേ സെറ്റാണ്. രാമോജി ഫിലിം സിറ്റിയിലെ റെയിൽവേ സെറ്റ് വൈവിധ്യമാർന്നതും ജനപ്രിയവുമായ ഒരു ചിത്രീകരണ സ്ഥലമാണ്. പ്ലാറ്റ്ഫോമുകൾ, ട്രാക്കുകൾ, എൻജിൻ കോച്ചുകൾ, ബുക്കിംഗ് കൗണ്ടറുകൾ, കാത്തിരിപ്പ് മുറികൾ, ഒരു നടപ്പാലം എന്നിവയുള്ള ഒരു റിയലിസ്റ്റിക് സ്റ്റേഷൻ ഇതിൽ ഉൾപ്പെടുന്നു. വൈവിധ്യമാർന്ന രൂപകൽപ്പന, സ്ക്രിപ്റ്റ് നിർദ്ദിഷ്ടിത മാറ്റങ്ങളിലൂടെ വ്യത്യസ്ത റെയിൽവേ സ്റ്റേഷനുകളെ പ്രതിനിധീകരിക്കുന്നതിന് സെറ്റ് രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് രാമോജി ഫിലിം സിറ്റി പറയുന്നു. ഇത് പ്രശസ്തമാകാനുള്ള കാരണം ബ്ലോക്ക് ബസ്റ്റർ ഷൂട്ടുകൾ തന്നെ. ചെന്നൈ എക്സ്പ്രസ്, DDLJ, PK എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ബോളിവുഡ് സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഇത് പ്രശസ്തമായ സിനിമാറ്റിക് ലൊക്കേഷനായി മാറിയിരിക്കുന്നു. അടുത്ത നമ്മുടെ യാത്ര ബാഹുബലി സെറ്റിലേക്കാണ്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ബാഹുബലി സിനിമയിലെ മഹിഷ്മതയുടെ രാജ്യത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് ചിത്രത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. സാബു സിറിൽ രൂപകൽപ്പന ചെയ്ത പൂർണ്ണ തോതിലുള്ള സെറ്റ് ഫിലിം സിറ്റിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്.
SS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി എന്ന ഇതിഹാസ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച കൂറ്റൻ സെറ്റാണ് ഈ കാണുന്നത്. സങ്കീർണമായ വിശദാംശങ്ങളും ഗംഭീരമായ വസ്തുവിദ്യയും ഉപയോഗിച്ച് മഹിഷ്മതി എന്ന സാങ്കല്പിക സാമ്രാജ്യത്തെ ഇത് ചിത്രീകരിക്കുന്നു. 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സെറ്റ് ഏകദേശം 60 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. സീനിലുള്ള മറ്റേ തടങ്കലൊക്കെയാണ് ഈ കാണുന്നത്. ബാഹുബലി എന്ന ഇതിഹാസ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗംഭീരമായ ബല്ലദേവ രഥത്തിൻ്റെ ഒരു പകർപ്പാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇപ്പോൾ നാം ഇവിടെ കാണുന്ന സിംഹാസനമാണ് ബാഹുബലി എന്ന ഇതിഹാസ സിനിമയിലെ സാങ്കല്പിക കഥാപാത്രമായ മഹിഷ്മതിയുടെ സിംഹാസനം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ റേറ്റൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി 3 തൊട്ട് 4 പേർക്ക് വരെ കഴിക്കാൻ പറ്റുന്നത് 1350. പിന്നെ ഹാഫ് ചിക്കൻ ബിരിയാണി 2 പേർക്ക് കഴിക്കാൻ പറ്റും, അതിന് 700 രൂപ. അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്. 1200, 600, 650, 650, 650. ദോശ വലിയ ദോശയാണ്, 4 ഫീറ്റ് ദോശ 650 രൂപ. പിന്നെ 1 ഫീറ്റ് ബട്ടൂര വിത്ത് ഷോളെ അതിന് 650 രൂപ. 650 രൂപയിൽ കുറഞ്ഞിട്ട് നമുക്കൊരു ഫുഡ് ഐറ്റംസ് നമുക്ക് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അത് മാത്രമാണ് നമ്മൾ ആകപ്പാടെ ഒരു ഡ്രോബാക്ക് കണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. നമുക്ക് എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. പിന്നെ ഫീഡിങ് മദേഴ്സിനുള്ള സൗകര്യം, അതിനുള്ള റൂം ഇവർ സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരണങ്ങളും അവർ നമുക്ക് വേണ്ടി, ടൂറിസ്റ്റിന് വേണ്ടി സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. രാമോജിയെ സംബന്ധിച്ച് അവർ ഗസ്റ്റിന് കൊടുക്കുന്ന വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ ഡ്രോബാക്കായിട്ട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. സാധാരണക്കാർക്ക് ഭക്ഷണം മേടിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പൈസ നല്ലപോലെ ചിലവാക്കേണ്ടി വരും. ഒരു പഫ്സിന് നമുക്ക് 60 രൂപ മുതലാണ് പഫ്സിൻ്റെ, വെജിറ്റബിൾ പഫ്സ് ആണെങ്കിലും ചിക്കൻ പഫ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് 16 റുപ്പീസാണ് നമുക്ക് വരുന്നത്. ടീ ആണെന്നുണ്ടെങ്കിൽ 35 റുപ്പീസാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാതെ ഏറ്റവും നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇതുപോലെ കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഉണ്ട്.